നമസ്കാരം. നമുക്കിന്നൊരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ, 2-3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വൻപയർ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മത്തങ്ങയുടെ 1/4 ഭാഗം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വൻപയർ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുക്കറിൽ വൻപയർ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് 4 വിസിൽ മതിയാവും ഇത് വേകാൻ. അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നമുക്ക് മത്തങ്ങയും ചേർത്ത് വേവിക്കേണ്ടതുണ്ട്. 4 വിസിൽ മതിയാവും. ഈ വൻപയർ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും. ഈ സമയം നമ്മുടെ പയർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് തേങ്ങ വറുക്കേണ്ടത്. ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ ആവുന്നിടം വരെ വറുത്തെടുക്കണം. ഇത് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് മത്തങ്ങ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇതിന് ഏകദേശം 2 വിസിൽ മതിയായിരിക്കും മത്തങ്ങയും പയറും വേകാൻ വേണ്ടി. നമുക്കിത് അടച്ച് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിൽ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ജീരകവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. നമ്മുടെ പയറും മത്തങ്ങയും വെന്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഇതൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അത് നല്ലപോലെ ഇളക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കുഴമ്പ് രൂപത്തിലുള്ള ഒരു കറിയാണ്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റോളം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തളിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് കുറച്ച് കടുകിടാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കടുക് നല്ലപോലെ പൊട്ടണം. ഇനി തീ ഓഫ് ചെയ്യാം. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.